വ്യവസായ മേഖലയിലെ വളർച്ചയെ പ്രകീർത്തിച്ച ശശി തരൂരിന്റെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളം വ്യവസായ സൗഹൃദമല്ല. ശശി തരൂർ ഏത് പശ്ചാത്തലത്തിലാണത് പറഞ്ഞതെന്ന് അറിയില്ല. പാർട്ടിയുടെ നിലപാടല്ലത്. ശശി തരൂർ പറഞ്ഞത് പാർട്ടി പരിശോധിക്കട്ടെ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംരംഭമാണ് കേരളത്തിൽ 3 ലക്ഷം? അപ്പോൾ 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും. ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ഇപ്പോൾ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലിതേ ടൈഗർ എന്ന രീതിയിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയ ലേഖനം അത് ദേശാഭിമാനി കേരളം അതിശയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശശി തരൂരിന്റെ പുകഴ്ത്തൽ അത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ വികസന മുരടിപ്പിനെയും വ്യവസായ തളർച്ചയെയും കുറിച്ചുമൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ പറയുന്നതിനിടയിൽ വന്നത് അത് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷത്തെ ഒക്കെ ചർച്ചയാകുമെന്നല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഈ എതിർപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുഷയ പാർവതി, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ എഴുതിയ ഈ ഒരു ലേഖനം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളൊന്നും പ്രതികരിക്കാതിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശശി തരൂർ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല, അത് സംഘടനാ തലത്തിൽ പാർട്ടി തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് വി.ഡി. സതീശൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ല, ആദ്യഘട്ടം മുതൽ തന്നെ അത് സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ കേരളം വ്യവസായ സൗഹൃദമാകണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെയും താല്പര്യം. ശശി തരൂർ അത്തരമൊരു അഭിപ്രായം ആ ഒരു ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് അറിയില്ല. അതിന് അദ്ദേഹം തന്നെയാണ് പ്രതികരിക്കേണ്ടത്. എന്തായാലും ആ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അവയൊക്കെ തന്നെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ കൂടുതലും പരാജയപ്പെട്ടിട്ടുള്ളത് കേരളം വ്യവസായ സൗഹൃദമല്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ ഇടതുപക്ഷത്തിന് ശശി തരൂരിന്റെ ലേഖനം ആയുധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അദ്ദേഹത്തിന്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനം പങ്കുവെച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ എത്താറായി. അതിനു മുൻപേ ശശി തരൂർ ഇങ്ങനെ പറയുന്നത് മറ്റെന്തെങ്കിലും ലക്ഷ്യം കൊണ്ടാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ തന്നെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂർ പല ഘട്ടങ്ങളിൽ ഇത്തരം നീക്കം നടത്തിയത് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. നേരത്തെ അദ്ദേഹം നടത്തിയ മലബാർ രാഷ്ട്രീയ സന്ദർശനമൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതികരണം നടത്തിയത് കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം വി.ഡി. സതീശന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ. അദ്ദേഹം ശക്തമായി തന്നെ ശശി തരൂരിന്റെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. തരൂര് പറഞ്ഞത് പാർട്ടി നിലപാടല്ല, അത് പാർട്ടി തന്നെ പരിശോധിക്കട്ടെ എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സമാനമായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസിലെ മറ്റു മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടതുണ്ട്. എന്തായാലും സംഘടനാ തലത്തിൽ ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാകും കോൺഗ്രസ് നൽകുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ആ ഒരു ലേഖനം പരിശോധിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പായിരുന്നു ഇന്ത്യൻ ന്യൂ എക്സ്പ്രസിൽ ഇത്തരമൊരു ലേഖനം ശശി തരൂർ എഴുതുന്നത്. അത്തരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളെ, വ്യവസായ സാഹചര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എഴുതിയിരുന്നത്. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ എഴുതിയ ഒരു ലേഖനമായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നത്. എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയും അതുപോലെ തന്നെ വ്യവസായ അന്തരീക്ഷം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ കേരളത്തിന്റെ 1ാം സ്ഥാനം ഉൾപ്പെടെ ആ ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ വ്യവസായ സാഹചര്യം ഒരുക്കുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ UDF എന്ന മുന്നണി സംവിധാനത്തിന്റെ അഭിപ്രായമല്ല ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ MP പറയുന്നത് എന്നതാണ് ഇതിലെ വിരോധാഭാസമായി നിൽക്കുന്നത്. അപ്പോൾ ശശി തരൂർ പറയുന്നതാണോ സത്യം, പ്രതിപക്ഷം പറയുന്നതാണോ സത്യം? എന്തുകൊണ്ട് ഇങ്ങനെ ഭിന്ന നിലപാട്? എന്തായാലും ഇത് ഭരണപക്ഷത്തിന് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതവരത് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.